ഹലോ സ്റ്റുഡൻസ്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് ഇംഗ്ലീഷ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു വരുന്നതാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്ത് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള റൂൾസ് ആണ്. നിങ്ങൾ പ്ലീസ് വാച്ച് ദ പ്രീവിയസ് വീഡിയോസ് സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും പഠിക്കുമ്പോൾ. ദിസ് വിൽ ബി ദ ലാസ്റ്റ് വീഡിയോ ഇൻ ദ സീരീസ്. നമ്മൾ 137 ബേസിക് ആൻഡ് വെരി ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ് ഇവിടെ പഠിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലൈക്ക് നമുക്കൊരു പാറ്റേൺ ആണ്, നമ്മൾ റൂൾ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഫോളോ ചെയ്യുന്നത്. പ്ലീസ് വാച്ച് ദ പ്രീവിയസ് വീഡിയോസ് ഓൾസോ ഇഫ് യു ഹാവൻറ്റ്. ഇപ്പോൾ നമ്മൾ എവിടെ ഫസ്റ്റ് റൂൾ ഇന്നത്തെ പഠിക്കുന്നത് റീസൺ ഇസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ദ റീസൺ ഇസ് ബിക്കോസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് കോൾഡ് സൂപ്പർഫ്ലൂവസ് ആണ്. അവിടെ നമ്മൾ റിഡണ്ടന്റ് ആണ്. റീസൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ബിക്കോസ് ഓൾറെഡി ഇംപ്ലൈഡ് ആണ് അല്ലേ. അപ്പോൾ റീസൺ ഇസ് ബിക്കോസ് എന്ന് പറയരുത്. ദ റീസൺ ഇസ് ദാറ്റ് എന്നാണ് പറയേണ്ടത്. The reason is that he was absent. എന്തുകൊണ്ട് അവന് ഈ എക്സാം എഴുതാൻ പറ്റിയില്ല? The reason is that he was absent. അയാൾ ആബ്സെന്റ് ആയതുകൊണ്ട് അയാൾ എക്സാം എഴുതിയില്ല. The reason is because എന്ന് പറയരുത്. That would make it superfluous. അല്ലെങ്കിൽ redundant. നമ്മളൊരു ലിസ്റ്റ് ഓഫ് റിഡണ്ടന്റ് അല്ലെങ്കിൽ സൂപ്പർഫ്ലൂവസ് വേർഡ്സ് ഓൾറെഡി മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. സോ ദ റീസൺ ഇസ് ബിക്കോസ് എന്ന് ഒരിക്കലും പറയരുത്. റീസൺ ഇസ് ദാറ്റ് എന്നാണ് പറയേണ്ടത്. The reason is that he was absent. The reason for failure is that he did not prepare. മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. So reason is that he did not prepare. Okay? Ellipsis after than or is എന്നുള്ള സാധനം. Ellipsis എന്താണ്? നമ്മൾ കുറച്ച് വേർഡ്സ് അങ്ങോട്ട് ഒമിറ്റ് ചെയ്യും. അതിനാണ് എലിപ്സിസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഷീ ഈസ് ടോളർ ദാൻ ഐ എന്ന് പറഞ്ഞാൽ മതി. ഐ കഴിഞ്ഞ ആം ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ ആ ആം അവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ എലിമിനേറ്റ് ചെയ്യുന്ന ഈ ആമിനെയാണ് നമ്മൾ എലിപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. സോ എലിപ്സിസ് എന്ന് പറയുന്നത് നമ്മൾ ദാൻ അല്ലെങ്കിൽ ഷീസ് ആസ് ടോൾ എസ് ഐ ആം എന്നൊക്കെ പറയുന്നത് ഐ ആം അവിടെ പറയണ്ട. ആസ് അവിടെ ആസും ദാനും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വേർഡ്സിനെ അങ്ങനെ കൺവീനിയൻ്റ്ലി ഒമിറ്റ് ചെയ്യും. അതിനെയാണ്, കാരണം മീനിങ് ക്ലിയർ ആണ്. ഇവിടെ നോക്കിയേ, ഐ കഴിഞ്ഞ ആം അവിടെ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണ് അല്ലേ. നമ്മൾ ഒന്നുകൂടെ ആം എഴുതിയില്ലെങ്കിലും ഓക്കെ ആണ്. സോ ഷീ ഈസ് ടോളർ ദാൻ ഐ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദാറ്റ്സ് കോൾഡ് എലിപ്സിസ്. അപ്പം നമ്മൾ ഏതൊക്കെ വേർഡ്സ് കഴിഞ്ഞിട്ടാണ് ദാൻ അല്ലെങ്കിൽ ആസ് കഴിഞ്ഞിട്ട് യു ജസ്റ്റ് കൻ ഒമിറ്റ് സർട്ടൻ വേർഡ്സ് ബിക്കോസ് ദ മീനിങ് ഇസ് ക്ലിയർ. അതാണ് എൻ്റെ റീസൺ. വാട്ട് കഴിഞ്ഞ് ഒരു ക്ലോസ് വരുമ്പോൾ, നമ്മൾ ക്ലോസ് ഓൾറെഡി പഠിച്ചല്ലോ, അത് കഴിഞ്ഞൊരു സിംഗുലർ വേർബാണ് എപ്പോഴും എടുക്കുന്നത്. നോക്കിയേ, വാട്ട് വി നീഡ് ഇസ് മോർ ടൈം. കണ്ടോ, അവിടെ നമ്മളൊരു വാട്ട് കഴിഞ്ഞിട്ട് എന്താ വന്നത്? ഒരു ക്ലോസ് ആണ് വന്നത്. സോ വാട്ട് യു ഡു, ഇവിടെ ഒരു സിംഗുലർ വേർബാണ് ഉപയോഗിക്കുക. കണ്ടോ, നീഡ് സിംഗുലർ ആണ്. ഇസ് നീഡ് ഇസ് മോർ ടൈം. വാട്ട് ഡു വി നീഡ് ഹിയർ? വാട്ട് വി നീഡ് ഇസ് മോർ ടൈം. വാട്ട് വി നീഡ് ഇസ് മോർ ടൈം അല്ലേ. നമ്മൾ വാട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ക്ലോസ്, വാട്ട് ഒരു സബ്ജക്റ്റിൻ്റെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, വാട്ട് ക്ലോസസ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് വി നീഡ് ഇസ് മോർ ടൈം. What I am asking for is more time. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ സിംഗുലർ ആണ് വേർബ് ഉപയോഗിക്കേണ്ടത്. വേർബ് ഷുഡ് ഓൾവേസ് ബി സിംഗിൾ. നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് ഉപയോഗിക്കുമ്പോൾ കണ്ടോ, വാട്ടിന് ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വാട്ട് ക്ലോസസ് എന്ന് പറയും. നമ്മൾ അതിന്റെ സബ്ജക്റ്റ്, അവിടുത്തെ സബ്ജക്റ്റ് ആണല്ലോ അത്. വാട്ട് വി നീഡ് ഇസ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം വേണം. വാട്ട് വി നീഡ് അല്ലേ, അതൊരു സബ്ജക്റ്റ്, അവിടുത്തെ ഒരു ക്ലോസ് ആണ്. അതിന് അവിടെ സബ്ജക്റ്റും ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സിംഗുലർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ എവിടെയാണ് ഒള്ളി എന്നുള്ള സാധനം പ്ലേസ് ചെയ്യേണ്ടതാണ്. നമ്മൾ എപ്പോഴും, നമ്മൾ നേരത്തെ കുറച്ച് മോഡിഫയേഴ്സിനെ പഠിച്ചില്ലേ. ഓൾമോസ്റ്റ് ഡ്രോ ഫോർ 6 hours, ഐ ഡ്രോ ഫോർ ഓൾമോസ്റ്റ് 6 hours എന്ന് പഠിച്ചു. അതൊക്കെ അവിടെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് 6 hours ഇഫ് യു കൻ റിമെമ്പർ ഫ്രം ദ പ്രീവിയസ് വീഡിയോ. ഇത് നോക്കിയേ, ഈ ഒള്ളി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ആംബിഗ്വിറ്റി കാണിക്കാനാണ്. നോക്കിയേ, ഒള്ളി ഐ ഗേവ് ഹിം മണി, ഐ only gave him money. ഇത് രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്. എന്തിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് നോക്കാം. നോക്കിയേ, only I gave him എന്ന് പറഞ്ഞാൽ ഈ only മോഡിഫൈ ചെയ്യുന്നത് ഐ ആണ്. അവന് ഞാൻ മാത്രമേ പൈസ കൊടുത്തുള്ളൂ. അവിടെ എന്നെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. ഐ എന്നുള്ളൊരു സബ്ജക്റ്റിനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, I only gave him money എന്ന് പറഞ്ഞാൽ ഞാൻ അവന് പൈസ മാത്രമേ കൊടുത്തുള്ളൂ. I only gave him money. ഞാൻ കുറേ സാധനങ്ങൾ എനിക്ക് കൊടുക്കാം. could give him clothes, എന്തും കൊടുക്കാമല്ലോ. ബട്ട് I only gave him money. ഞാൻ പൈസ മാത്രമേ കൊടുത്തുള്ളൂ. അവിടെ മോഡിഫൈ ചെയ്യുന്നത് പൈസ കൊടുത്തു എന്നുള്ളൊരു സാധനത്തിനാണ് ഉള്ളി മോഡിഫൈ ചെയ്യുന്നത്. പക്ഷെ ഉള്ളി ഐ ഗേവ് ഹിം മണി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ അവന് പൈസ കൊടുത്തുള്ളൂ. am I clear? സോ നമ്മൾ എന്തിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് അതിന് മുന്നേ ഉള്ളി വയ്ക്കുക. യു സീ ദാറ്റ്
സെന്റൻസിന്റെ മീനിങ് തന്നെ മാറി അല്ലേ? ഉള്ളി എവിടെ മാറിയപ്പോ നോക്കിയേ, ഉള്ളി റാം സോൾവ് ദ ക്വസ്റ്റ്യൻ. റാം മാത്രമേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുള്ളൂ. റാം സോൾവ് ഓൺലി വൺ ക്വസ്റ്റ്യൻ. റാം ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്തുള്ളൂ. യു സി, ആ ഉള്ളി മാറിയപ്പോൾ തന്നെ എന്തോരം വ്യത്യാസം വന്നു. സോ ദാറ്റ്സ് കോൾഡ് മോഡിഫയർ. സോ നമ്മൾ എവിടെ മോഡിഫയർ സെന്റൻസിൽ വയ്ക്കുന്നോ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സോ നമ്മൾ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം മോഡിഫയേഴ്സ് യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മള് ഒരു ബി വേർബ് എന്നുള്ള സംഭവം നമ്മൾ ഫോംസ് ഓഫ് ബി നേരത്തെ പഠിച്ചില്ല, ഇസ് വാസ് വെയർ ഒക്കെ. സോ വാട്ട് ഇസ് യുവർ പ്രോബ്ലം? കണ്ടോ, ആ പ്രോബ്ലം കഴിഞ്ഞ് എന്താണോ വേർബ് കഴിഞ്ഞ് വരുന്നത് അതിനെ വെച്ചാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പ്രോബ്ലം എന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പോ ഇസ് മതി, സിംഗുലർ മതി. പക്ഷെ വാട്ട് ആർ യുവർ പ്ലാൻസ്? ഇവിടെ പ്ലാൻസ് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോ 6 വരണം. വാട്ട് ഇസ് യുവർ പ്ലാൻ? പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആണ്. അപ്പൊ ഞാനിവിടെ ഇസ് ഇട്ടു, സിംഗുലർ വേർബ് ഇട്ടു. സിംഗുലർ വേർബ്, സിംഗുലർ ഒബ്ജക്റ്റ്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ്. സോ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ കേസിൽ നമ്മൾ വേർബ് എന്തിനെയാണോ ഫോളോ ചെയ്യുന്നത് അതിനെ മാത്രം, വേർബിനെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എഗ്രി ചെയ്യേണ്ടത്. വാട്ട് എവർ ദ വേർബ് ഇസ്. കണ്ടോ, വാട്ട് ഇസ് യുവർ പ്രോബ്ലം, വാട്ട് ആർ യുവർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് എപ്പോഴും പറയാം. ഇനി കളക്റ്റീവ് നൗൺസിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് നോക്കിയേ. ദ കമ്മിറ്റി, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. നമ്മൾ കമ്മിറ്റീനെ ഒരുമിച്ച് ഒരൊറ്റ കാര്യമാണ്. ദ കമ്മിറ്റി ഇസ് ഡിസ്കസിങ് ഓൺ ദ മാറ്റർ. സോ ദ കമ്മിറ്റി ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ ദ കമ്മിറ്റി ഇസ് ഡിസ്കസിങ് ദ മാറ്റർ എന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കിയേ, ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഇൻ ദർ ഒപ്പീനിയൻസ്. ആ കമ്മിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒപ്പീനിയൻസ് ഡിവിഷൻ ഉണ്ട്. അപ്പം നമ്മൾ ആ ഫുൾ കളക്റ്റീവ് നൗണിൽ ഓരോരോ എൻറ്റിറ്റി ആയിട്ട് അപ്പം നമ്മൾ വേറെ പറയാം. അപ്പം അവിടെ ഒരു ഡിവിഷൻ ഉള്ളത് കൊണ്ട് അവിടെ നോക്കിയത് ആ കമ്മിറ്റീനെ നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ എക്സാമ്പിളിൽ ദ കമ്മിറ്റി ഇസ് ഡിസ്കസിങ് ദ മാറ്റർ. അപ്പൊ ഇവിടെ ഇസ് മതി, കാരണം കമ്മിറ്റി ഒരുമിച്ചിരുന്നാണ് മാറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ കമ്മിറ്റി ഇസ് ഡിസ്കസിങ് ദ മാറ്റർ. പക്ഷെ ഇവിടെ കമ്മിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട്. ദി ജൂറി ഇസ് നോട്ട്, ദ ജൂറി ഇസ് ഡിവൈഡഡ് ഇൻ ദർ ഒപ്പീനിയൻ, ജൂറി ആർ ഡിവൈഡഡ് ഇൻ ദർ ഒപ്പീനിയൻ എന്ന് പറയാം. ബിക്കോസ് അതിന്റെ ഇടയിൽ തന്നെ അടികൂടി എന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ആസ് ലോങ് എസും വൈലും എപ്പോഴാണ് ഉപയോഗിക്കേണ്ട പറയണം. ആസ് ലോങ് എസ് ദിസ് ഹാപ്പൻസ് യു ക്യാൻ കം ഹിയർ. ആസ് ലോങ് എസ് യു വോണ്ട് ടു സ്റ്റേ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. നിനക്ക് ആവുന്നിടത്തോളം പറ്റുന്നിടത്തോളം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. നോക്കിയേ, യു ക്യാൻ സ്റ്റേ ആസ് ലോങ് എസ് യു കീപ് ക്വയറ്റ്. മര്യാദയ്ക്ക് സംസാരിക്കാതിരിക്കുന്നിടത്തോളം യു ക്യാൻ സ്റ്റേ ഇൻ ദ ലൈബ്രറി എന്നൊക്കെ പറയില്ല. സോ ദാറ്റ്സ് എ കണ്ടീഷൻ. ഇവിടെ ഈ ആസ് ലോങ് എസ് ഇറ്റ്സ് എ കണ്ടീഷൻ. വൈൽ എന്ന് പറഞ്ഞാൽ ഒരു സമയം കാണിക്കാനാണ് അല്ലേ? അവിടെ വൈൽ ഐ വാസ് റീഡിങ് ദ ഫോൺ റാങ്ക്. കണ്ടോ, വൈൽ ഐ വാസ് റീഡിങ് ദ ഫോൺ റാങ്ക് എന്ന് പറയാം. ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. സോ ഇറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് എ ടൈം ദർ. സോ വൈൽ ഐ വാസ് റീഡിങ് ദ ഫോൺ റാങ്ക്. അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് പറയാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ വൈൽ ഐ വാസ് റീഡിങ്, വൈൽ ഐ വാസ് സിംഗിങ് ഷീ വാസ് ഡാൻസിങ്. അതൊക്കെ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സമയത്തിന്റെ പോയിന്റ് കാണിക്കാനോ വൈൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ആസ് ലോങ് എസ് എന്താണ്? ഒരു കണ്ടീഷൻ ആണ്. യു ക്യാൻ സ്റ്റേ ആസ് ലോങ് എസ് യു ക്യാൻ സ്റ്റേ ആസ് ലോങ് എസ് യു വോണ്ട്. നമുക്ക് ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സ്റ്റേ ആസ് ലോങ് എസ് യു വോണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? ഇനി മേ ആണോ ക്യാൻ ആണോ ഉപയോഗിക്കേണ്ടത് പെർമിഷൻ ചോദിക്കുമ്പോൾ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നോക്കിയേ, ട്രഡീഷണലി നമ്മൾ മേ ഒക്കെ മേ ഐ കം എന്ന് പറയില്ല. നമ്മൾ മേ ഐ കം ഇൻ, മേ ഐ ഓപ്പൺ ദ ഡോർ, മേ ഐ ഹാവ് സം ഫുഡ്, അതൊക്കെ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്. ക്യാൻ എപ്പോഴും ഒരു എബിലിറ്റിക്ക് വേണ്ടിയാണ് അല്ലേ? ഐ ക്യാൻ സ്വിം എൻ്റെ ഒരു എബിലിറ്റിയാണ്. ഐ ക്യാൻ ഡാൻസ് എൻ്റെ ഒരു എബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. പക്ഷെ മോഡേൺ ഇംഗ്ലീഷിൽ ഇൻഫോർമലി നമ്മൾ ക്യാൻ ഐ കം വിത്ത് യു, മേ ഐ കം വിത്ത് യു ആണ് ഫോർമലി ഇംഗ്ലീഷിൽ പെർമിഷൻ ചോദിക്കുന്നത് അല്ലേ? ബട്ട് വി യൂസ് ക്യാൻ ഐ കം വിത്ത് യു ഓൾസോ, വിച്ച് ഇസ് നോട്ട് റോങ്. നോക്കിയേ, മേ ഐ കം എന്നും പറയാറുണ്ട്, ക്യാൻ ഐ ബോറോ യുവർ പെൻ എന്നും പറയാറുണ്ട്. മേ ഐ ബോറോ യുവർ പെന്നും കറക്റ്റ് ആണ് അല്ലേ? ബിക്കോസ് ഇറ്റ്സ് യു ആർ ആസ്കിങ് ഫോർ എ പെർമിഷൻ അല്ലേ? മേ ഐ ബോറോ യുവർ ബുക്ക്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. നമ്മൾ രണ്ടും ഉപയോഗിക്കാറുണ്ട്, ട്രഡീഷണലിയും ഫോർമലി. ഷാൽ എവിടെയാണ് ഉപയോഗിക്കണം? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഐ കഴിഞ്ഞാണ് ട്രഡീഷണലി എപ്പോഴും ഷാൽ, ഐ ഷൽ കം വിത്ത് യു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഐക്കാനും ഐ വില്ലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ? നോക്കിയാൽ ഷാൽ ഒരു ലീഗൽ അല്ലെങ്കിൽ ഭയങ്കര ഫോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നോക്കിയാൽ ഒരു ഒബ്ലിഗേഷൻ,
ഈ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വി ഷാൽ സ്റ്റാൻഡ് ടുഗെദർ ആസ് എ നേഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടിയാണ് അല്ലേ. വി ഷാൽ സ്റ്റാൻഡ് ടുഗെദർ ആസ് എ നേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഡ്യൂട്ടിയാണ്, നമ്മളൊരു ഒബ്ലിഗേഷൻ ആണ് പറയുന്നത്. നോക്കിയത് ദ ടെനന്റ് ഷാൽ മെയിൻറ്റെയിൻ ദ പ്രോപ്പർട്ടി. ആ പുള്ളിക്കാരൻ അവരുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ്സ് എൻ ഒബ്ലിഗേഷൻ ഓർ എ ഡ്യൂട്ടി ദാറ്റ് യു ആർ കമ്മിങ് ടു സേ. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ലീഗൽ സാധനം പറയുമ്പോൾ വി ഓൾവേസ് യൂസ് ഷാൽ. ഇനി നോക്കിയേ ought to അല്ലെങ്കിൽ ഷുഡ് എപ്പോഴാന്ന് പറയുന്നത്. ought to പറയുന്നത് ഒരു മോറൽ ഒബ്ലിഗേഷൻ പറയുമ്പോഴാണ്. യു ought to respect your elders, you have to എന്ന് പറയും, യു ought to. കണ്ടോ, യു ought to respect your elders. ഇറ്റ്സ് എ മോറൽ തിങ് അല്ലേ, നമ്മുടെ മോറൽസ് ആണത്. യു ought to give help the poor അല്ലേ. യു ought to help the poor, നമ്മുടെ മോറൽ ഒബ്ലിഗേഷൻ ആണ് ഇതൊക്കെ അല്ലേ. യു ought to help the poor, അപ്പം ought to ആണ് പറയേണ്ടത്. മറ്റേത് എന്താണ്, ഷുഡ് ഇസ് ലൈക്ക് മോർ ലൈക്ക് മോറലി അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നേ ഉള്ളത്, മോറൽ ഒബ്ലിഗേഷൻ ആവുന്നില്ല. യു ഷുഡ് ഡ്രിങ്ക് വാട്ടർ, നമ്മുടെ മോറൽസ് അല്ലല്ലോ നമ്മൾ വാട്ടർ കുടിക്കുക, നമ്മുടെ നീഡാണല്ലേ, നമ്മുടെ ബേസിക് സസ്റ്റനൻസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഷുഡ് പറഞ്ഞാൽ മതി. പക്ഷെ ought to എവിടെയാ പറയേണ്ടത്, ought to comes always before a moral obligation. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ബി കഴിഞ്ഞ് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഉപയോഗിക്കുന്നത്. ബി ടു നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഫോംസ് ഓഫ് ബി ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. എസ് ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ബി, ബീൻ, ബീങ്. ഓക്കെ, സോ ദ പ്രൈം മിനിസ്റ്റർ ഇസ് ടു വിസിറ്റ് കേരള പറയുമ്പോൾ എന്താ, ഇറ്റ് സേസ് ലൈക്ക് എ ഫോർമൽ ഓർഡർ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട് ഞാൻ. ദിസ് പ്രോഗ്രാം ഇസ് ടു ബി ഫോളോഡ് ബൈ എ ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫോർമലി ഒരു ഓർഡർ കൊടുക്കാനാണ്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഇസ് ടു വിസിറ്റ് കേരള. യു ആർ ടു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. കണ്ടോ, ടു ആണ് ഇവിടെ. യു ആർ ടു, കണ്ടോ, ബി പ്ലസ് ടു അല്ലേ അത്. അപ്പോ ബീന്റെ ഫോംസ് ഓർമ്മയുണ്ടല്ലോ, ഇസ്, ആർ, വാസ്, വേർ, ഹാസ്, have, had, be, been, being. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഈ ബീന്റെ ഫോം പ്ലസ് ടു വരാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് യൂസ്ഡ് ഫോർ ഫോർമൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ്. ദ പ്രോഗ്രാം ഇസ് ടു ബി ഫോളോഡ് ബൈ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയില്ല നമ്മൾ. അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഓർഡർ ഓർ അറേഞ്ച്മെന്റ് പറയാണ്. പ്ലേസ് ആഡ്വേർബ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് ഇൻവേർഷൻ ഉപയോഗിക്കുക എന്നാ പറയുന്നത്. നോക്കിയേ, ഒരു പ്ലേസ് ആഡ്വേർബ് പറയുകയാണെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേർബ് ആണ് സബ്ജക്റ്റിന് മുന്നേ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സബ്ജക്ട് പ്ലസ് വേർബ് ആണ് യൂഷ്വൽ. അപ്പൊ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ വേർബ് പ്ലസ് സബ്ജക്റ്റ് വരണ്ടേ. ഇവിടെ നോക്കിയേ, ഈ ഹിയർ എന്ന് പറയുന്നത് എന്താ, ആഡ്വേർബ് അല്ലേ. ഹിയർ കംസ് ദ ബസ്, ഈ ബസ് വരുന്ന ബസ് എന്താ, കംസ് അവിടുത്തെ വേർബ് ആണ്. ഹിയർ എന്ന് പറയുന്നത് ദിസ് ഇസ് എ പ്ലേസ് ആഡ്വേർബ്. ആ കം എന്നുള്ള പറയുന്ന വേർബിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ആ ബസ് വരുന്നത്, ആ വരുന്നത് ഇവിടെ, ഇവിടെ എന്ന് പറയുന്നത് പ്ലേസ് ആഡ്വേർബ് ആണ്. പിന്നെ സ്റ്റാർട്ട് വിത്ത് എ പ്ലേസ് ആഡ്വേർബ് നമ്മൾ എപ്പോഴും വേർബിനെ ആദ്യം ഇടുക. കണ്ടോ, സബ്ജക്ട് എന്താണ് ഇവിടെ, ബസ്സല്ലേ, ബസ്സല്ലേ വരുന്നേ, പക്ഷെ ബസ് നമ്മൾ അവസാനം ഇടും. സോ വേർബ് കംസ് ഫസ്റ്റ്, സോ ദർ ഇസ് ഇൻവേർഷൻ. നോക്കിയേ, there goes my chance, എൻ്റെ ചാൻസ് അങ്ങോട്ട് പോയി. ഗോസ് എന്നുള്ള വേർബിനെ മോഡിഫൈ ചെയ്യുന്ന പ്ലേസ് ആഡ്വേർബ് ആണ് there. സോ ചാൻസ് ആണ് അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ, പക്ഷെ സബ്ജക്റ്റിന് മുന്നേ ഞാൻ വേർബ് ഇട്ടു. therefore there is inversion here. Why? Because there the sentence starts with a place adverb. Clear ആണല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് റൂൾസിലോട്ട് വരാണ്. ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് വൈസ് വേഴ്സ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷീ ഈസ് കമ്മിങ്, ഇസ്ൻ ഷീ അല്ലെ, ഷീ ഈസ് കമ്മിങ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ ഇസ്ൻ ഷീ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഇടണം. ഐ ഹവ് സ്റ്റഡീഡ്, ലൈക്ക് യു ഹവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ വെരി ഡീറ്റെയിൽ ഇൻ ദ പ്രീവിയസ് വീഡിയോസ്. പ്ലീസ് ഡു വാച്ച് ദാറ്റ്. നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ കേസാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ലെറ്റ് പറയുമ്പോഴും യൂസ് ടു എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഹാവ് എ പാർട്ടി എന്നാണെന്ന് വെച്ചോ. സോ ഇറ്റ്സ് എ സജഷൻ അല്ലേ. ലെറ്റ്സ് ഹാവ് എ പാർട്ടി കഴിഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ വേർഡ് ഇടണമെങ്കിൽ
I should say it as shall we. ഞാൻ സജസ്റ്റ് ചെയ്യാണ്, ലെറ്റ്സ് ഹാവ് എ പാർട്ടി, ഷാൽ വി. ഓക്കെ, ഇനി യൂസ് ടു. എപ്പം യൂസ് ടു ആണ് സെന്റൻസിൽ വരിക വെച്ചാൽ ഹി യൂസ്ഡ് ടു സിംഗ്, ഡിഡ്ന്റ് ഹി. യൂസ് ടു ആണെങ്കിൽ എപ്പോഴും ഡിഡ്ന്റ് ഹി ആണ് വരേണ്ടത്. ബിക്കോസ് യൂസ്ഡ് ടു ഇവിടെ ഉണ്ട്, സോ ഡിഡ്ന്റ് ഹി എന്ന് എഴുതണം. ഓക്കെ, സോ ലെറ്റ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ് ഷാൽ ആണ്. യൂസ് ടു ആണെങ്കിൽ ഡിഡ്ന്റ് ഹി ഓർ ഷീ ആണ്. നോക്കിയേ, ഐ ആം ഇൻ എ ഗുഡ് മൂഡ് ടുഡേ. ആറിൻറ്റ് ഐ, കണ്ടോ? ആം അവിടെ എഴുതരുത്. ഐ എപ്പോഴും കഴിഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും ആറിൻറ്റ് ആണ്. ആമിൻറ്റ് ഇല്ല, ആറൻറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് റൂളാണ്. ഐ ഹോപ്പ് ബാക്കിയൊക്കെ പഠിച്ചിട്ട് വേണം എല്ലാവരും ഇത് എത്താൻ. സോ ലാസ്റ്റ് റൂൾ എന്താണ്? ഓൺ ടൈമും ഇൻ ടൈമും എപ്പോഴാണ് പറയേണ്ടതെന്നാണ് ചോദിക്കണേ. ഓൺ ടൈം എന്താണ്? പഞ്ച്വാലിറ്റി പറയുന്നതാണ്. ഹി ഓൾവേസ് കംസ് ഓൺ ടൈം. പഞ്ച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണിന് പറയുന്നതാണ് ഓൺ ടൈം. ഓൺ ടൈം ഡിനോട്ട്സ് ദ പഞ്ച്വാലിറ്റി ഓഫ് എ പേഴ്സൺ. ഇൻ ടൈം എന്താണ്? ഒരു ഡെഡ് ലൈൻ പറയാണ്. സബ്മിറ്റ് ദിസ് ഇൻ ടൈം. ഓക്കെ, ഓർ ഒരു സാധനം മുന്നേ ഇത് നടക്കണം. നോക്കിയേ, ദ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. അപ്പൊ ഇവിടുത്തെ ട്രെയിൻ ഭയങ്കര കറക്റ്റ് ആയിട്ട് പഞ്ച്വൽ ആണെന്നോ ഇവിടെ ടൈം ടേബിൾ എന്നാണ് പറയുന്നത് അല്ലേ? ഈ ഓൺ എന്ന് പറയുന്നത് പഞ്ച്വാലിറ്റി ആണ് കാണിക്കുന്നത്. വി റീച്ച്ഡ് ഇൻ ടൈം ടു ക്യാച്ച് ഇറ്റ്. കണ്ടോ ഡിഫറൻസ് കണ്ടല്ലോ? വി റീച്ച്ഡ് ഓൺ ടൈം അല്ല, ബിക്കോസ് ദർ വാസ് എ ഡെഡ് ലൈൻ അല്ലേ? ആ ട്രെയിൻ അപ്പൊ പോയേനെ. അപ്പൊ ട്രെയിൻ 10 മണിയുടെ ട്രെയിൻ ആണെങ്കിൽ നീ 10 മണിക്ക് എത്തിയാലേ നിനക്ക് കിട്ടുള്ളൂ. സോ there's a deadline there. Deadline ഉപയോഗിക്കുമ്പോൾ എന്ത് പറയണം? ഇൻ ടൈം പറയണം. സോ വി റീച്ച്ഡ് ഇൻ ടൈം. I submitted. You have to submit. You have to submit the documents in time ആണ് അവിടെ പറയേണ്ടത്. ബിക്കോസ് ഇറ്റ്സ് എ ഡെഡ് ലൈൻ അല്ലേ? മൺഡേക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇൻ ടൈം ഇസ് എ ഡെഡ് ലൈൻ. പക്ഷെ ഇത് ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. I am always on time. I am always on time because that shows I am punctual അല്ലേ? I am always on time shows the punctuality. In time എന്ന് പറഞ്ഞാൽ there is a deadline or before. ആ ട്രെയിൻ പോകുന്നതിന് മുന്നേ ഞാൻ പോയി പിടിക്കണ്ടേ ട്രെയിൻ? അപ്പോൾ there is a deadline. ട്രെയിൻ പോകുന്നതിന് മുന്നേ, വേറൊരു സാധനം നടക്കുന്നതിന് മുന്നേ, before something happens എന്ന് പറയുമ്പോൾ in time കൊടുക്കുക. On time always shows punctuality. സോ ലൈക്ക് ഐ സെഡ്, കുറേ റൂൾസ് ഒക്കെ ഇതിൽ ഞാൻ പെട്ടെന്ന് സ്കിം ചെയ്ത് പോയത് ബിക്കോസ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് നോട്ട്സ് എഴുതി റിവൈസ് ചെയ്ത് പോയാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ഇൻ ദ എക്സാംസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ വേർഡ്സ് ഇപ്പം നമ്മൾ പ്രൊനൗൺസ് എവിടെ ഫോളോ ചെയ്യണം, ജെറൻസ് എവിടെ ഫോളോ ചെയ്യണം, ഇൻഫിനിറ്റീവ്സ് എവിടെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറേ വേർഡ്സും ഉണ്ട്. നിങ്ങൾ എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിക്കുക, എക്സാമ്പിൾസ് യൂസ് ചെയ്യുക. എവിടെയാണ് ഇതൊക്കെ, എവിടേക്ക് ഇത് പറ്റും എന്ന് ഉപയോഗിക്കുക. നമ്മൾ ഒരു കോമൺ നമ്മുടെ യൂസേജിലും അത് ഇംപ്രൂവ് ചെയ്താൽ, അത് ഇൻവോൾവ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്താൽ ഇറ്റ്സ് വെരി ഈസി ഫോർ us ടു റിമെമ്പർ ഇറ്റ് ഇൻ ദ എക്സാംസ്. നമ്മൾ ലൈക്ക് ഐ സെഡ്, നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ട് റിവൈസ് ഇറ്റ് വെരി റെഗുലർലി സോ ദാറ്റ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് വെരി ഈസിലി ക്രാക്ക് ചെയ്ത് വളരെ നല്ല മാർക്സ് ഇംഗ്ലീഷിലെ എക്സാംസിന് നേടാൻ പറ്റും. സോ ദാറ്റ് നിങ്ങളുടെ ഡ്രീം ഓഫ് ഗെറ്റിംഗ് എ ജോബ് ഇസ് ഓൾസോ ഫുൾഫിൽഡ്. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആൻഡ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊന്ന് തന്നെയാണ്. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങൾക്ക് ഒരു 99% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇതൊന്ന് തന്നെ വരും. ബാക്കി 1% അതും ഇതൊന്ന് തന്നെ കിട്ടും. ടു ബി ഓണസ്റ്റ്, എല്ലാം ഇതൊന്ന് തന്നെ കിട്ടാനുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ബേസ് ഇംഗ്ലീഷ് ഗ്രാമർ കൺഫേം ആണ്, നിങ്ങളുടെ സബ്ജക്റ്റ് വേർബ് ഐഡന്റിഫിക്കേഷൻ കൺഫേം ആണ്, പാർട്സ് ഓഫ് സ്പീച്ച്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റൂൾസിൻ്റെ വീഡിയോയും കൂടെ ചെയ്താൽ ഐ എം ഷുവർ ദാറ്റ് ഇംഗ്ലീഷ് വുഡ് ബി വെരി ക്രാക്കബിൾ ഫോർ യു. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് എക്സാംസ്. താങ്ക് യു സോ മച്ച്.